പെർമിറ്റിവിറ്റി എപ്സിലോൺ. പെർമിറ്റിവിറ്റി എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഞാൻ രണ്ട് ചാർജുകൾ, ഇപ്പോൾ പ്ലസ് ക്യൂ ചാർജ് ഒരു മൈനസ് ക്യൂ ചാർജും ഒരു ഡിസ്റ്റൻസിൽ വെച്ചു എന്നിരിക്കട്ടെ. ഡിസ്റ്റൻസിൽ വെച്ചു എന്നിരിക്കട്ടെ. ഒരു പ്ലസ് ചാർജ് മൈനസ് ചാർജ്. ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യുമെന്നറിയാം. അപ്പോൾ ഈ ചാർജുകൾ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഇവ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിൽ നിന്ന് കണ്ടോ ഇങ്ങനെ ത്രെഡ് പോലെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയും. മൈനസ് ചാർജിലോട്ട് പോകും. അങ്ങനെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എപ്സിലോൺ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മീഡിയം വെച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് 100 ത്രെഡ് പോവുകയാണെങ്കിൽ ഈ മീഡിയം അതിനെ കുറേ അബ്സോർബ് ചെയ്യും. ഇപ്പോൾ ഒരു 60 അബ്സോർബ് ചെയ്യുന്നിരിക്കട്ടെ, ബാക്കി 40 ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിന് കുറവ് വരും. അപ്പം ഇങ്ങനെ ഈ മീഡിയത്തിന് ഈ ഫോഴ്സിനെ കുറയ്ക്കാനുള്ള കഴിവിനെയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ പെർമിറ്റിവിറ്റി എങ്ങനെ ഉണ്ടാകുന്നു? ഇപ്പം ഇവിടെ ഈ ചാർജുകൾക്കിടയിൽ മോളിക്യൂൾസ് ഉണ്ടെന്നിരിക്കട്ടെ. മോളിക്യൂൾസുകൾ ഇവിടെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് അതായത് പോളറൈസ് ചെയ്യാൻ കഴിവുള്ള മോളിക്യൂൾസ് ആണെന്നിരിക്കട്ടെ. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മോളിക്യൂൾസ് പ്ലസ് ചാർജിൻ്റെ അവിടെ മൈനസ് വരാൻ പാകത്തിനും മൈനസ് ചാർജിൻ്റെ അവിടെ പോസിറ്റീവ് വരാൻ പാകത്തിനും ഇവ ചാർജ് സെപ്പറേഷൻ നടത്തും ഈ മോളിക്യൂൾസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഈ ലൈൻസ്, അതിന് ഓപ്പോസിറ്റായിരിക്കും ഈ ലൈൻസ്. അങ്ങനെ ഈ ഇലക്ട്രിക് ഫീൽഡിനെ എതിർക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ആകെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെ പെർമിറ്റിവിറ്റി കുറച്ച് കളയുന്നത്. അപ്പോൾ ആകെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കുറച്ച് കളയാനുള്ള ഒരു മീഡിയത്തിൻ്റെ കഴിവിനെയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. പെർമിറ്റിവിറ്റിയെ എപ്സിലോൺ എന്ന് നമുക്ക് സൂചിപ്പിക്കാം. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. ഇനി എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. ഇതിനെ കെ എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയാറുണ്ട്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ ഫ്രീ സ്പേസിലെ പെർമിറ്റിവിറ്റിയുമായി റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്. അതായത് എപ്സിലോൺ ബൈ എപ്സിലോൺ 0, അതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് രണ്ട് ചാർജുകൾ വച്ചിരുന്നാൽ ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും, സെയിം ചാർജ് ആണെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. എന്തായാലും ഈ ഫോഴ്സിനെ കുറച്ച് കളയാനുള്ള ഒരു മീഡിയത്തിൻ്റെ കഴിവിനെയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ആ കുറച്ച് കളയുന്നത് എന്തുകൊണ്ടാണ്? ചാർജ് സെപ്പറേഷൻ, മോളിക്യൂൾസിൽ ചാർജ് സെപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ്. പോളാർ മോളിക്യൂൾസാണ് ഇവിടെ ഉള്ളതെങ്കിൽ ചാർജ് സെപ്പറേഷൻ ഒരുപാടുണ്ടാവും, അതിൻ്റെ ഫലമായിട്ട് പെർമിറ്റിവിറ്റി കൂടുതലായിരിക്കും. നോൺ പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ ചാർജ് സെപ്പറേഷൻ വളരെ കുറവായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് പ്രയോഗിക്കുമ്പോൾ മാത്രമേ ചാർജ് സെപ്പറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ പെർമിറ്റിവിറ്റി വളരെ കുറവായിരിക്കും.